മച്ചാന്മാരെ, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് കാശ് നഷ്ടമാകാതിരിക്കാൻ ഒരു എളുപ്പ വഴി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ മതിലിപ്പോൾ നിൽക്കുന്ന കണ്ടോ, ഇവിടെ നിന്ന് മതിൽ വിട്ട് നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീടിൻ്റെ ഈ കാമ്പൗണ്ടിൻ്റെ മതിൽ ബേസ്മെൻറ്റ് നേരത്തെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡ് മണലിട്ട് ഈ ഹൈറ്റ് എന്നുള്ള ബേസ്മെൻറ്റ് ഹൈറ്റ് അങ്ങ് കുറഞ്ഞു. അപ്പം ഈ റോഡ് സൈഡും നല്ല രീതിയിൽ പൊങ്ങിയപ്പോൾ കരിങ്കല്ല് കെട്ട് ബേസ്മെൻറ്റ് മൊത്തവും അടിയിലായി. അപ്പോൾ അങ്ങനെ അടിയിൽ വന്നപ്പോൾ ഈ വണ്ടി ഇതുവഴി കാറൊക്കെ പോകുന്ന വണ്ടികൾ പോയി മതിലങ്ങ് മറിഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് മുഖ്യ സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ ഈ മതിൽ കാണുമ്പോൾ അറിയാം, ഈ ഹോളോ ബ്രിക്സ് പൊങ്ങിയാണ് നിൽക്കുന്നത്, ബേസ്മെൻറ്റ് എല്ലാം അടിയിലാണ്. ഈ സൈഡിൽ മണലിട്ടിട്ടാണ് ഈ മതിൽ, നിങ്ങൾ കാണുമ്പോൾ അറിയാം, മതിൽ മൊത്തത്തിൽ മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തവും പൊളിച്ച് പിന്നെ അതിൻ്റെ മേളിൽ കരിങ്കല്ല് കെട്ടിയൊക്കെ വരുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് വളരെ ചിലവ് ചുരുക്കി നമുക്ക് ഈ മതിൽ എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നതാണ് ഞാൻ ഈ വീഡിയോ കൂടി കാണിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ് മൊത്തത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഗേറ്റും നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഈ ഗേറ്റ് നമുക്ക് അടയ്ക്കാനോ തുറക്കാനോ പറ്റുന്നില്ല. കാരണം ഇത് മൊത്തം ഇതിൻ്റെ ക്ലാമ്പിൻ്റെ അവിടെ കൊണ്ട് തുരുമ്പെടുത്തു. അപ്പോൾ തുരുമ്പെടുത്ത് നമുക്കിത് അടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഇത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യണമെങ്കിൽ 2 പേര് വേണം. കാരണം നല്ല വെയിറ്റുള്ള ഗേറ്റാണ്. കാരണം ഞങ്ങളിപ്പോൾ ഇത് ഊരിയെടുക്കാൻ വേണ്ടി നോക്കി, മാക്സിമം നമ്മൾ നോക്കി, അപ്പം ഊരിയെടുക്കാൻ പറ്റുന്നില്ല. പോരാത്തതിന് നമ്മൾ ഈ ഗേറ്റ് എന്ന് പറയുന്നത് 5 അടിയുടെ ഒരു ഗേറ്റാണ്. അതായത് 5 അടി, 2 സൈഡിൽ 5 അടി വീതം 10 അടി ഗേറ്റാണ്. അപ്പോൾ നമുക്കൊരു ലോറി കയറാൻ വേണ്ടി ഒരു 14 അടി ഗേറ്റാണ് ആക്കുന്നത്. പിന്നെ നമ്മുടെ കാമ്പൗണ്ടിൽ മതിൽ ഇതുപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുക വല്ലതും ചെയ്യുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ പൊളിക്കാൻ നിൽക്കേണ്ട. ഇതുപോലെ ഷട്ടറിങ്ങിൻ്റെ പലക ഷീറ്റിലടിച്ച് ഒരു 10 സെൻറ്റിമീറ്റർ വീതിക്ക്, അതായത് 4 ഇഞ്ച് വീതിക്ക് നമുക്ക് അതായത് 2 ഹോളോ ബ്രിക്സിൻ്റെ ഹൈറ്റിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിന് കമ്പി ചേർക്കണമെന്നില്ല, കമ്പി ഇടണമെന്നില്ല. കാരണം ഓരോ ഫില്ലറിൻ്റെ ഇട കണക്കാക്കി നമ്മൾ ഇതിനൊരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്യണം. അതായത് 4 കൂട്ടം മണൽ, 5 കൂട്ടം മെറ്റിൽ, 1 പാക്കറ്റ് സിമൻറ്റ്. നമ്മൾ തട്ട് കോൺക്രീറ്റ് എങ്ങനെയാണോ ചെയ്യുന്നത്, അതായത് അതുപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യണം. പിന്നെ തീരെ ലൂസാക്കി നമ്മൾ കോൺക്രീറ്റ് ചെയ്യരുത്, ഒരു മീഡിയം പരുവത്തിലായിരിക്കണം കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റ് ചെയ്തിടുമ്പോഴുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്താലും നമുക്ക് നമ്മളെ മതിലിൽ, അതായത് ഈ ഹോളോ ബ്രിക്സിൽ മണ്ണ് പിടിക്കില്ല, മണ്ണിൻ്റെ ഈർപ്പം അങ്ങനെയൊന്നും പിടിക്കില്ല. അപ്പോൾ നമുക്ക് മാക്സിമം നമ്മളെ ലോഡ് ഈ കോൺക്രീറ്റ് താങ്ങി നിർത്തും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ എമൗണ്ട് ആവത്തില്ല. മറ്റേത് നമ്മൾ ബേസ്മെൻറ്റ് മൊത്തം പൊളിച്ച് ഇപ്പം തന്നെ ഏകദേശം ഒരു ലോഡ് കരിങ്കല്ലിനൊക്കെ നല്ല എമൗണ്ട് വരുന്നുണ്ട്, നല്ല പണ്ടത്തെ പോലെ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ഒരാൾക്ക് ഈ ബേസ്മെൻറ്റ് പൊളിച്ച് ഒന്നേന്ന് ചെയ്യാനുള്ള ഒരു പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. കാരണം പൈസയുടെ പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ഉപകാരപ്പെടും. അതായത് നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭം പിടിക്കാം. ഇതിപ്പോൾ നമ്മൾ മൊത്തം 55 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 2 സൈഡിലാണ് നമ്മൾ കോൺക്രീറ്റ് ഇതേപോലെ ചെയ്യുന്നത്. കാരണം ബാക്കി കംപ്ലീറ്റും മതിൽ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സൈഡിലെ മതിൽ നമ്മൾ പൊളിക്കുന്നുണ്ട്. അതായത് ഹോളോ ബ്രിക്സ് മൊത്തം ചരിഞ്ഞു പോയി. അപ്പോൾ അത് പൊളിച്ചിട്ട് ഇതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മേളിൽ നമ്മൾ ഹോളോ ബ്രിക്സ് പഴയ മതിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ കെട്ടും. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു പിടുത്തമായിട്ട്, അതായത് നല്ലൊരു ബലം സപ്പോർട്ടായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എത്ര മണ്ണിട്ടാലും അങ്ങോട്ട് തള്ളില്ല. റോഡ് സൈഡിൽ ഈ കാറ് വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ മതിൽ അകത്തോട്ടും മറിയത്തില്ല. ഇതൊരു ബാലൻസ് ആയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് ഒരുപാട് ഉപകാരം ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ഈ സൈഡ് മുഴുവനും നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ പറയാം, അത്രയ്ക്കും നല്ല നീറ്റ്, നല്ല കോൺക്രീറ്റ് പ്രിപ്പറേഷനൊക്കെ കൂട്ടി, സിമൻറ്റ് കുറയ്ക്കാതെ കൂട്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇത് ചില ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അവരിത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവും. കാരണം ഇത് ഒരുപാട് നമുക്ക് ലാഭമാണ്. കാരണം മെറ്റിലും സിമൻറ്റും മണലും കോൺക്രീറ്റിന് ഇതാവും, പക്ഷേ ഒരുപാട് കോൺക്രീറ്റ് ആവത്തില്ല. ഇതിപ്പോൾ നമുക്ക് ഏകദേശം 120 അടി നമ്മൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആയത് മൊത്തം 8 പാക്കറ്റ് സിമൻറ്റാണ്. അപ്പോൾ 8 പാക്കറ്റ് സിമൻറ്റ്, ഒരു പാക്കറ്റ് സിമൻറ്റിന് 380 രൂപയുള്ളൂ. അപ്പോൾ അതൊന്ന് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ മെറ്റിലായത് 30 കൂട്ടം മെറ്റിൽ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ചരിഞ്ഞ് നിന്ന സൈഡിലെ ഹോളോ ബ്രിക്സ് നമ്മൾ ഇളക്കുകയാണ്.
അപ്പോൾ ഈ മതിൽ ഏകദേശം ഒരു ബലവും ഇല്ല. കാരണം ഉച്ചയായപ്പോൾ നല്ല വെയിലാണ്. ഇപ്പോൾ നമ്മളെ ജോലിക്കാർ ക്ഷീണിച്ചങ്ങ് കിടക്കുകയാണ്. ഇത് നമ്മളെ ഹെൽപ്പറാണ് അനിയണ്ണൻ. ആൾ നല്ല സ്മാർട്ടാണ്, കാണും പോലെയൊന്നുമല്ല, നല്ല സ്മാർട്ട് പണിക്കാരനാണ്. ഇപ്പം വെയിലായതുകൊണ്ട് ക്ഷീണിച്ച് കിടക്കും. ഇതാണ് നമ്മളെ സൈറ്റിലെ സ്റ്റാർ താരം ശംഭു അണ്ണൻ. പുള്ളിക്കാരൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയുമില്ല, നിന്നങ്ങ് ചെയ്യും. വളരെ ക്ഷീണിച്ച് കിടക്കുകയാണ്. ഇപ്പം 2 മണിയായി ഞാൻ വന്ന് വിളിച്ചപ്പോഴാണ് ആൾ എണീറ്റത്. ഇപ്പം നമ്മളിപ്പോൾ ആ പൊളിഞ്ഞ സൈഡ് നമ്മൾ കെട്ടി തുടങ്ങി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കംപ്ലീറ്റും കെട്ടി തീർത്തു. എനിക്ക് അതിൻ്റെ വീഡിയോ ഫുൾ എടുത്തിടാൻ പറ്റിയില്ല, കാരണം വീഡിയോ ഒരുപാട് ലെന്തായിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അത് ഷോർട്ടായിട്ട് ഞാൻ എടുത്തത്. ഇപ്പം നമ്മൾ ആ സൈഡ് കംപ്ലീറ്റും കെട്ടി തീർത്തു. നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് തലേദിവസം കോൺക്രീറ്റ് ചെയ്തതാണ്. കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മളത് മൊത്തം കെട്ടി തീർത്തു. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് ഗേറ്റ് വെക്കണം. ഇപ്പം നമ്മൾ അതിനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഗേറ്റ് വെക്കുകയാണ്. അപ്പം നമ്മൾ ഗേറ്റ് വെച്ചിട്ട് കട്ടി നമ്മൾ ഇന്ന് തന്നെ അത് പ്ലാസ്റ്റിങ് ചെയ്യണം. കട്ടി മാത്രം നമ്മൾ തേക്കുന്നുണ്ട്, എന്നാലേ നമുക്ക് ആ കട്ടിക്ക് ഒരു ബലം കിട്ടത്തുള്ളൂ. കാരണം ഈ ഗേറ്റ് എന്നുള്ളത് ഏകദേശം ഒരു ഗേറ്റ് തന്നെ 40 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡിലും ഈ 5 അടി ഗേറ്റ് വെച്ചിട്ട് നടുക്കൊരു 4 അടി ഗ്യാപ്പ് ഇടും. അത് പിന്നീട് വെൽഡിങ് ഒരു എക്സ്ട്രാ നമ്മൾ ഗേറ്റിൻ്റെ പൈപ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് അത് യോജിപ്പിച്ച് ഒറ്റ ഗേറ്റ് ആക്കും. ഇതിപ്പം 4 അടി ഗേറ്റാണ്. ഇനി ഇതിൻ്റെ സൈഡിൽ ഏകദേശം നമുക്ക് 2 അടി ഗേറ്റ് വരും. പിന്നെ ഇപ്പുറത്തെ സൈഡ്, അതായത് ഈ രണ്ടാമത്തെ സൈഡിൽ വെക്കുന്ന ഗേറ്റിൽ കൂടി ഒരു 2 അടി നമ്മൾ ജോയിൻ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം മൊത്തം ഗേറ്റ് 14 അടിയാകും. 14 അടിയാകുമ്പോൾ നമുക്ക് ഇത് ഒരു ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം കൊണ്ടുവരാൻ അകത്തൊക്കെ നമുക്ക് മണ്ണൊക്കെ അടിക്കുമ്പം നല്ല എളുപ്പമായിരിക്കും, വണ്ടി സുഖമായിട്ട് കയറിപ്പോവും. അപ്പോൾ ഈ 2 സൈഡിൽ ഇങ്ങനെ ഗേറ്റ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നടുക്ക് ഉള്ളത് നമ്മൾ പിന്നീട് വെൽഡ് ചെയ്ത് നമ്മൾ എക്സ്ട്രാ ജോയിൻ്റ് ചെയ്ത് കയറ്റും. പിന്നെ ഗേറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ സാധാ ഗേറ്റ് വയ്ക്കുമ്പോൾ തന്നെ 2 സൈഡിലും വാട്ടർ മട്ടം എടുത്ത്, കാരണം നമ്മൾ അടിയിൽ ഒരു ഹോളോ ബ്രിക്സ്, അതായത് ഒരു 6 ഇഞ്ച് ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെക്കുന്ന കല്ല് കറക്റ്റ് വാട്ടർ മട്ടം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഗേറ്റ് വെച്ചിട്ട് 2 തലയ്ക്ക് മട്ടം പിടിച്ച് തൂക്കട്ടയ്ക്ക് തൂക്കി കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിരിക്കും. കാരണം സിമ്പിളായിട്ട്, അതായത് വളരെ പെട്ടെന്ന് സംഭവം കഴിയും. മറ്റേതാണെങ്കിൽ ഓരോ ഗേറ്റും തൂക്കി വാട്ടർ ലെവലിന് മട്ടം എടുത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. നമുക്കാണെങ്കിൽ സമയം വേസ്റ്റാക്കാൻ തീരെ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് പ്ലാസ്റ്റിങ് ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലർ മാത്രമേ പ്ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കെട്ടുകയാണ്. നമ്മൾ പാടയാണ് ഹോളോ ബ്രിക്സ് ഇടുന്നത്. എന്നിട്ട് ക്ലാമ്പ് വരുന്നിടത്ത് ഒരു ഹോളോ ബ്രിക്സ് പൊക്കത്തിന്, അതായത് 20 സെൻറ്റിമീറ്റർ പൊക്കത്തിന് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് ഇതുപോലെ നമ്മൾ കട്ടി തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലെ കട്ടിയും തേച്ചിട്ടുണ്ട്. ഇനി ടോപ്പ് ചാന്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത് ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഇന്ന് ആ കോൺക്രീറ്റും ചെയ്ത് ഹോളോ ബ്രിക്സ്, അതായത് പകുതി കോൺക്രീറ്റ് നേരത്തെ ചെയ്തിരുന്നു, ബാക്കി പകുതി കോൺക്രീറ്റും ചെയ്തത് ആ ഹോളോ ബ്രിക്സ് കെട്ടുകയും ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ 2 ഫില്ലർ തേച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മതിൽ നമ്മൾ പൂശുന്നുണ്ട്. അതിനി ഇപ്പം ചെയ്യുന്നില്ല, തൽക്കാലം നമ്മൾ ഇത്രയും ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.